കാലിക്കറ്റ് സർവകലാശാല ഇന്റർ സോൺ കലോത്സവത്തിൽ സംഘർഷമുണ്ടായി. UDSF SFI പ്രവർത്തകർ തമ്മിലാണ് വളാഞ്ചേരി മജ്ലിസ് കോളേജിൽ ഏറ്റുമുട്ടിയത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 2 പോലീസുകാർക്കും ഒട്ടേറെ വിദ്യാർത്ഥികൾക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ രാത്രി 12 മണിയോടെയാണ് സംഘർഷമുണ്ടായതെന്ന് മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സമീർ ബിൻ കരീം ചേരുകയാണ് ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ സമീർ, എന്താണ് ഈ സംഘർഷത്തിന് കാരണം? ഇപ്പോൾ ഈ കലോത്സവം മുഴുവൻ കലാപോത്സവമായി മാറുന്നു, പലയിടത്തും സംഘർഷം ഉണ്ടാകുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിലാണ് പലപ്പോഴും ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നേരത്തെയുള്ള ഡി സോൺ കലോത്സവത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ ഇന്റർ സോൺ കലോത്സവത്തിൽ മറ്റു പ്രശ്നം. പറയൂ, വളാഞ്ചേരിയിൽ എന്താ സംഭവിച്ചത്? വെരി ഗുഡ് മോർണിംഗ് SKN. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവം തുടങ്ങിയത് മുതൽ തന്നെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം ഒരു തുടർക്കഥയാകുന്ന അവസ്ഥയാണ് ഉള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഇന്റർസോൺ കലോത്സവത്തിൻ്റെ ഭാഗമായി വളാഞ്ചേരി മജ്ലിസ് കോളേജിലും സംഘർഷമുണ്ടായത്. UDSF SFI പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് രാത്രി 12 മണിയോടുകൂടി ഉണ്ടായത് എന്നുള്ളതാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുന്നത്. അതിനിടെ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ 2 പോലീസുകാർക്കും പരിക്കേറ്റു. 8ഓളം വരുന്ന വിദ്യാർത്ഥികൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് കൂടുതൽ പോലീസ് സേന ാണ് ഈ സ്ഥിതി ശാന്തമാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതായത് നിസ്സാര തർക്കത്തിന്റെ പേരിലാണ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. MSF KSU പ്രവർത്തകർ SFI പ്രവർത്തകരുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഏതാനും ചില പ്രവർത്തകർ DYFI ഒപ്പം തന്നെ യൂത്ത് ലീഗ് അടക്കമുള്ള പ്രവർത്തകരും ഈ ക്യാമ്പസിലേക്ക് എത്തി എന്നുള്ളതാണ് സംഘടനകൾ പരാതിയായിട്ട് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സംഘർഷം വലിയ രൂക്ഷമാകുന്ന ഒരു ഘട്ടമുണ്ടായി. പിന്നീട് ഈ സംഘാടക സമിതി ഓഫീസ് അടക്കം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പിന്നീട് രാത്രി 1 മണിക്ക് ശേഷമാണ് കൂടുതൽ പോലീസ് എത്തി ഈ സ്ഥിതി ശാന്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരി മജ്ലിസ് കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ സോൺ കലോത്സവം ആരംഭിച്ചത്. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സമീർ ബിൻ കരീമാണ്.